ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ടിപ്പായിട്ടാണ് കൂടുതലും ക്രാഫ്റ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമുക്കറിയാം ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന മേജർ സ്കിൻ പ്രോബ്ലം എന്താണ്. ഒരു 2-3 മന്ത്സ് എന്തായാലും നല്ല ഇടുവെയിലായിരിക്കും പുറത്ത്. വെയിലത്ത് നമുക്ക് പുറത്ത് പോയിട്ട് വരുന്ന ആൾക്കാർക്ക്, ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ലേ, അത്രയ്ക്ക് നമ്മുടെ സ്കിൻ ഡള്ളായി പോകുന്നൊരു ടൈമാണ്. അപ്പോൾ ഇത്രയും വെയിലത്ത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൻ പ്രൊട്ടക്ഷൻ ക്രീമോ അല്ലെങ്കിൽ ഒരു ലോഷനോ ഒന്നും അപ്ലൈ ചെയ്യാതെ പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. സോ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ ലോഷൻസ് പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൂടുതലും സൺസ്ക്രീൻ ലോഷൻസ് ഒക്കെ അഫോർഡബിൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഉള്ള സൺസ്ക്രീൻ ലോഷൻസ് ആയിരിക്കും നമുക്ക് പുറത്ത് കിട്ടുന്നത്. വീട്ടിൽ തന്നെ 1-2 കാര്യങ്ങൾ എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ ആ ഒരു ക്വാളിറ്റി കുറയാണ്ട് തന്നെ നമുക്കൊരു സൺസ്ക്രീൻ ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ കണ്ടൻസ് ഒന്നും തന്നെ ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 100% പ്യുവർ ആയിട്ടുള്ള ഗ്രീൻ ക്രീമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തമ്മിലിൽ കാണിച്ചിരിക്കുന്ന പോലെ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ബാക്കി 2 വെച്ചിട്ട് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫീലിലുള്ള ആ ഒരു കണ്ടന്റ് ക്വാളിറ്റിയിലുള്ള സൺസ്ക്രീൻ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണത്. ഇത് കാണുമ്പോൾ തോന്നാവുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു വൈറ്റിഷ് കളറായിരിക്കും ടോട്ടലി ഒരു സൺസ്ക്രീൻ ക്രീമിൻ്റെ ഒരു കളറൊക്കെ. പക്ഷേ ഇത് ഒരു അത്രയ്ക്ക് വൈറ്റിഷ് കളറായിട്ട് മാറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീമിന് മെയിനായിട്ട് വരുന്ന കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു കളർ വേരിയേഷൻ കിട്ടാറുണ്ട്. പക്ഷേ നമ്മളിത് പ്യുവറായിട്ടും പുറത്തുനിന്നുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൺസ്ക്രീൻ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന് ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു കളറൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നാലും ക്വാളിറ്റി വൈസ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ 100% നമുക്ക് വിശ്വസിച്ച് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ക്രീമാണിത്. ഇതിൽ യൂസ് ചെയ്യുന്ന കണ്ടൻസ് എല്ലാം തന്നെ സ്കിന്നിന് ഭയങ്കര സൂത്തിങ് എഫക്റ്റ് നൽകുന്ന, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തേക്ക് നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സൺ ടാനൊക്കെ മാക്സിമം റിമൂവ് ചെയ്യാൻ പറ്റുന്ന SP3 ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അറിയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാം. അലോവേര ജെല്ലിന് ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് സ്കിന്നിലെ മോയ്സ്ചർ റീറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഇല്ലാണ്ട് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇതിനൊരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കറ്റാർവാഴ ജെല്ല് എത്രത്തോളം എടുക്കുന്നോ അത്രയും തന്നെ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഒലിവ് ഓയിലും എടുക്കണം. ഹാഫായിട്ട് 2 ഈക്വലി എടുക്കുക. പക്ഷെ ആദ്യം നമ്മൾ ഓരോ സ്പൂൺ വീതം ഒഴിച്ച് മിക്സ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്ന വരെ, അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കറ്റാർവാഴ ജെല്ല് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല മോയ്സ്ചർ സ്കിന്നിന് തരുന്നു മാത്രമല്ല, അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ സ്കിന്നിൽ നടത്താനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മുഖത്തെ കരിവാളിപ്പ് മാറാനും അതുപോലെ വെയിലേറ്റുണ്ടാവുന്ന സൺ ടാൻ കംപ്ലീറ്റ്ലി മാറാനും ഈ അലോവേര ജെല്ല് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ 1 സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടിരുന്ന കറ്റാർവാഴ ജെല്ല് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു വൈറ്റിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത 1 സ്പൂണും കൂടെ ഒഴിച്ചിട്ട് ഒലിവ് ഓയിൽ ഇനി ഒരു പ്രാവശ്യം കൂടി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം, ഇത് ഓയിലി സ്കിന്നിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഒലിവ് ഓയിലിന് പകരം കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് അത് അത്ര പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും.
ഒലിവ് ഓയിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സ്കിൻ നറിഷിംഗ് ആണ്. ഒലിവ് ഓയിലിൽ വൈറ്റമിൻ ഇ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്റ്റ് വരുന്ന സൺലൈറ്റിൽ നിന്ന് ഉണ്ടാകുന്ന UV റേസിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല വൈറ്റമിൻ എയുടെയും ഉയർന്ന കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുകയും അതുവഴി നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി സ്കിന്നിന് കിട്ടാനും സഹായിക്കുന്നുണ്ട് ഇത്. ഇനി നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്രീമിൻ്റെ ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, റോസ് വാട്ടറാണ്. അത് സപ്പോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. റോസ് വാട്ടർ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അതിനുള്ള കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. റോസ് വാട്ടർ ഒരു നല്ലൊരു ടോണറാണ്. നമുക്കത് ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. വെയിൽ കൊണ്ടിട്ടുണ്ടാവുന്ന വിയർപ്പടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാവുന്ന പിമ്പിൾസൊക്കെ വരില്ലേ, ആ പിമ്പിൾസ് മാറാനും നമുക്ക് ഈ റോസ് വാട്ടർ ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ക്രീമിൽ മിക്സ് ചെയ്തിട്ടോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഡയറക്റ്റ് സ്കിന്നിലേക്ക് വെയിലടിക്കുമ്പോൾ ഉണ്ടാവുന്ന ചിലർക്ക് ചെറിയ ഇച്ചിനെസ്, ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സൺബേൺ പോലെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്ന ഒരു ചൊറിച്ചിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും ഈ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം റോസ് വാട്ടറിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഇച്ചിനെസ്സൊക്കെ ഉണ്ടാവാതിരിക്കാനും സ്കിന്നിൽ ഇത് പറ്റുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ ഹോം മെയ്ഡായിട്ട് നമ്മളുണ്ടാകുമ്പോൾ നമുക്കിത് ചീത്തയാവോ പെട്ടെന്ന് കേടാവുന്നുണ്ടോ അങ്ങനത്തെ ഒക്കെ ഡൗട്ട് എല്ലാവർക്കും വരാം. പക്ഷെ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, കേടുകൂടാതെ ഇരിക്കും. പക്ഷെ അങ്ങനെ കേടുകൂടാണ്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അലോവേര ജെൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കണം. അത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല, ആ രീതിയിൽ നിൽക്കുന്ന അലോവേര ജെല്ല് വേണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് അലോവേര എടുത്തിട്ട് വെറുതെ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ഇതിനകത്ത് ക്രീമിന് യൂസ് ചെയ്യരുത്. അത് അലോവേര ജെല്ലാക്കി മാറ്റിയതിന് ശേഷം വേണം ഇതുപോലെ നമുക്ക് ക്രീം ഉണ്ടാക്കി എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞ പോലെ അത്രയും നാളത് കേടുകൂടാണ്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സൺസ്ക്രീൻ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.